ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്നേ ദിവസം തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളത്തിലെ സമീപകാലത്തെ വമ്പൻ ഹൈപ്പ് നേടിയെടുത്ത സിനിമയാണല്ലോ മഞ്ഞുമൽ ബോയ്സ്. ചിദംബരത്തിന്റെ സംവിധാനത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ വലിയ പ്രതീക്ഷകളോട് തിയേറ്ററുകളിലേക്ക് എത്തി. ഏറ്റവും ഒടുവിൽ ആ പ്രതീക്ഷകൾക്ക് ഒട്ടും തന്നെ ഭംഗം വരാത്ത രീതിയിലാണ് തിയേറ്ററുകളിൽ ആദ്യ ദിവസം തന്നെ കൂടുതൽ പ്രേക്ഷകരിൽ നിന്നും പ്രതികരണങ്ങൾ നേടിയെടുത്തിരിക്കുന്നത്. എല്ലായിടത്തു നിന്നും സിനിമ പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് ആദ്യ ദിവസം തന്നെ നേടിയെടുത്തിരിക്കുന്നത്. മലയാളത്തിലെ സമീപകാലത്തെ ഏറ്റവും മികച്ച സർവൈവൽ ത്രില്ലർ സിനിമ എന്നൊരു പേര് മഞ്ഞുമൽ ബോയ്സ് ഇതിനോടകം തന്നെ നേടിയെടുത്തിരിക്കുകയാണ്. സുഷിൻ ശ്യാമിന്റെ സംഗീതത്തിനടക്കം മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്ത സിനിമ ആകെ മൊത്തത്തിൽ ഒരു പോസിറ്റീവ് വൈബ് തിയേറ്ററുകളിൽ സൃഷ്ടിക്കുമ്പോൾ അതിൽ ചിലർക്കെല്ലാം തന്നെ കടുത്ത നിരാശയുണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. പലരിലും സിനിമയ്ക്കെതിരായിട്ടൊരു ഡിഗ്രേഡിംഗ് സ്വഭാവമെല്ലാം തന്നെ ഇതിനോടകം തന്നെ ഉടലെടുത്തിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് വ്യക്തതയില്ല. സാധാരണ സൂപ്പർ താര സിനിമകളെല്ലാം തന്നെ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ ആ സിനിമകൾക്കാണ് ആദ്യ ദിവസം തന്നെ ഡിഗ്രേഡിംഗ് എല്ലാം തന്നെ നാം കാണാറുള്ളത്. എന്നാൽ ഇവിടെ ഒരുപറ്റം യുവാക്കളുമായിട്ട് എത്തിയ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയ്ക്ക് ഡിഗ്രേഡിംഗ് എന്തിനാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്തായാലും വളരെ മോശം പ്രവണതയാണ്, പ്രവൃത്തിയാണ് എന്ന് പറയാതിരിക്കാനായിട്ട് വയ്യ. മിക്സഡ് ആണ്, നെഗറ്റീവ് അഭിപ്രായമാണ്. ഒപ്പം തന്നെ സിനിമ ഒരു ക്ലീശേ സ്വഭാവമുള്ള സർവൈവൽ ത്രില്ലർ സിനിമയാണ് തുടങ്ങിയ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് കൂടുതൽ പ്രേക്ഷകരിലേക്ക് ഡിഗ്രേഡിംഗ് കമന്റ്സ് എത്തിക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ പോലും അതിൽ ഈ മഞ്ഞുമൽ ബോയ്സിന്റെ ഹേറ്റേഴ്സ് ഒന്നും തന്നെ വിജയിക്കാനായിട്ട് പോകുന്നില്ല എന്നാണ് സിനിമയുടെ കഴിഞ്ഞ മണിക്കൂറിലെ ബുക്കിംഗ് നോക്കുമ്പോൾ വ്യക്തമാകുന്നത്. ഈ സിനിമ നമ്മുടെ തിയേറ്ററുകളിൽ കൊളുത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ബോക്സ് ഓഫീസ് കളക്ഷൻ ഏത് സ്ട്രീം ലെവൽ പോയി നിൽക്കുമെന്ന് മാത്രം അറിയാനായിട്ടുള്ളൂ. കഴിഞ്ഞ മണിക്കൂറിൽ മാത്രം 10,000-ലധികം ടിക്കറ്റുകളാണ് സിനിമയുടെ പേരിൽ വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത്. സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ എന്ന് പറയുന്നത് 2 കോടിക്ക് മുകളിലാണ്. 1,47,00,000 സിനിമയുടെ കേരള പ്രീസെയിൽ കളക്ഷൻ. ഈ വർഷം ഇതുവരെ തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമകളിൽ ജയറാമിന്റെ അബ്രഹാം ഓസലർ, ഒപ്പം തന്നെ മമ്മൂട്ടിയുടെ പ്രമേയുഗം തുടങ്ങിയ സിനിമകളുടെ പ്രീസെയിൽ കളക്ഷനും മഞ്ഞുമൽ ബോയ്സ് മറികടന്നിരിക്കുകയാണ്. 90 ലക്ഷമായിരുന്നു ഫൈനൽ പ്രീസെയിൽ കളക്ഷനായിട്ട് കേരളത്തിൽ അബ്രഹാം ഓസലർ നേടിയെടുത്തതെങ്കിൽ പ്രമേയുഗത്തിൻ്റെത് 1,20,00,000 മുകളിലാണ്. ഇപ്പോഴത്തെ മഞ്ഞുമൽ ബോയ്സ് കേരളത്തിൽ മാത്രം 1,47,00,000 നേടിയെടുത്തിരിക്കുകയാണ്. 2024 ഇതുവരെ തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമകളിൽ ഏറ്റവും കൂടുതൽ പ്രീസെയിൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത് അത് ലാലേട്ടന്റെ മലൈക്കോട്ടെ വാലിബനാണ്. 2.5 കോടിയോളം രൂപയാണ് സിനിമയുടെ ഫൈനൽ കേരള പ്രീസെയിൽ കളക്ഷൻ. ഇപ്പോഴത്തെ വാലിബന് തൊട്ട് താഴെ 2ാം സ്ഥാനത്ത് മഞ്ഞുമൽ ബോയ്സും ഇടം പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് മഞ്ഞുമൽ ബോയ്സിന്റെ ദിനങ്ങളാണ്. കാത്തിരിക്കൂ കൂടുതൽ മഞ്ഞുമൽ ബോയ്സ് ബോക്സ് ഓഫീസ് ഉൾപ്പെടെയുള്ള വാർത്തകൾ അറിയാനായിട്ട്.